Hi students, welcome to EduTex. This video is about SLC Maths Chapter 1 Arithmetic Sequence. So നമുക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് സിമ്പിൾ ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്? എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ പ്രൊസീഡിംഗ് ബൈ ആഡിംഗ് വൺ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഇസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു നമ്പറിനോട് സെയിം നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ് ആണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? 1 2 3 4 എക്സെട്ര, 2 4 6 8 എക്സെട്ര. അപ്പം എന്താണ് 2 4 6 8? അപ്പോൾ എന്താ 2നോട് 2 ആഡ് ചെയ്താൽ 4, 4നോട് 2 ആഡ് ചെയ്താൽ 6. അങ്ങനെ സെയിം നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്ന സീക്വൻസ് ആണ് എന്ത്? അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെ ദിസ് കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ഇസ് കോൾഡ് ദ കോമൺ ഡിഫറൻസ്, യൂഷ്വലി ഡിനോട്ടഡ് ബൈ ഡി. അപ്പോൾ എന്താണ്? ഈ ഒരു കോൺസ്റ്റൻറ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ രണ്ട് നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ രണ്ട് അടുത്തടുത്ത നമ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുമ്പം അതെന്തായിരിക്കും? സെയിം ആയിരിക്കും, കോമൺ ആയിരിക്കും. എല്ലാ രണ്ട് അടുത്തടുത്ത നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു സെയിം നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ ഡിഫറൻസ്. അതെന്ത് ഡിനോട്ട് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ ഡി ആണ്. കൺസിഡർ ദ ഫോളോയിങ് നമ്പേഴ്സ്. ഒരു 5 7 9 11 13 ഈ നമ്പേഴ്സ് എക്സെട്ര. ഇതിൽ 5 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലാണ്, 7 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ, ദാറ്റ് ഈസ് x1 x2 x3 x4 x5 എക്സെട്ര അങ്ങനെ പോകും. അതിൽ ഫസ്റ്റ് ടേം ഡിനോട്ടഡ് ബൈ x1 ഓർ എഫ്. അതിൽ ഫസ്റ്റ് ടേം നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? x1 അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഫ്. സോ ഹിയർ എന്താണ്? 5 7 9 11 13 എക്സെട്ര. ആ ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേം എന്താണ്? 5 അല്ലേ? എഫ് ഈക്വൽ ടു 5. സോ ഹിയർ കോമൺ ഡിഫറൻസ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഹിയർ? കോമൺ ഡിഫറൻസ് ഡിനോട്ടഡ് ബൈ ഡി ആണ്. സോ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? ഏതെങ്കിലും അടുത്തടുത്ത സീക്വൻസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് x2 മൈനസ് x1. സോ 7 മൈനസ് 5. സോ വി വിൽ ഗെറ്റ് ദ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 2. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ 1 2 3 4 എക്സെട്ര. സോ ഹിയർ ദ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു വാട്ട്? 1 ആൻഡ് ദ കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 1. ഹൗ വി ഗോട്ട് ദ കോമൺ ഡിഫറൻസ്? എങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി? ഏതെങ്കിലും അടുത്തടുത്ത് നിൽക്കുന്ന നമ്പേഴ്സ്, ദാറ്റ് ഈസ് 2 മൈനസ് 1 ചെയ്യാം, 4 മൈനസ് 3 ചെയ്യാം. സോ വി വിൽ ഗെറ്റ് കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 1. And the second example 5 10 15 20 etc. So here first term x1 equal to 5 and the common difference 5. So how we got the 5? 10 minus 5 or 20 minus 15, like that. അടുത്തടുത്ത് നിൽക്കുന്ന നമ്പേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് ഡി കിട്ടും. ആൻഡ് ദ നെക്സ്റ്റ് എക്സാമ്പിൾ 1.5 2.3 3.1 3.9 etc. So here the first term x1 equal to 1.5 and the common difference d is equal to 0.8. How we got? 2.3ൽ നിന്നും 1.5 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 0.8. and the next example 10 7 4 1 etc. and here first term is equal to what? x1 equal to 10 and the common difference d is equal to minus 3. That is 7 minus 10. What is 7 minus 10? Minus 3. So next example എന്താ? 2 5 8 11 14 17 20 etc. So in first term x1, second term x2, third term x3, like that x4 x5 x6 and x7 etc. So here common difference d is equal to 3. So how we got the common difference? That is 5 minus 2 equal to 3 or 11 minus 8 ചെയ്യാം, that is 3. 17 minus 14 ചെയ്യാം, that is also 3. So how we will get the second term? നമുക്ക് എങ്ങനെ സെക്കൻഡ് ടേം കാണാം?
ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. ദാറ്റ് ഈസ് x1 പ്ലസ് ദ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു x2. ദാറ്റ് ഈസ് 2 പ്ലസ് 3. 2 is the first term and 3 is the common difference equal to what? 5. സോ ഇങ്ങനെ നമുക്ക് തേർഡ് ടേം കാണാം. ഫസ്റ്റ് ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യല്ലേ. ദാറ്റ് ഈസ് x1 പ്ലസ് 2d ഈക്വൽ ടു വാട്ട്? ദ തേർഡ് ടേം. അതെന്താ? x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻഡ് 2 ഇൻറ്റു d. d ഈസ് വാട്ട്? 3 ഈക്വൽ ടു 8. അങ്ങനെ എല്ലാ ടേമും നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയാൽ ബാക്കി എല്ലാ ടേം നമുക്ക് കാണാൻ കഴിയും അല്ലേ? എങ്ങനെ കാണാം? ഫസ്റ്റ് ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അതേപോലെ കോമൺ ഡിഫറൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് എല്ലാ ടേമും കിട്ടും. ദാറ്റ് ഈസ് x1 പ്ലസ് 6d ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x7 സെവൻത്ത് ടേം കിട്ടും. x2നോട് 4d ചെയ്താൽ സെക്കൻഡ് ടേമിനോട് 4d ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x6 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് അതേപോലെ നമുക്ക് എങ്ങനെയും ചെയ്യാം. സെവൻത്ത് ടേമിൽ നിന്ന് തേർഡ് ടേം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4d. ദാറ്റ് ഈസ് 4 ഇൻറ്റു d. സോ എന്തെങ്കിലും കോമൺ ഡിഫറൻസ് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ടേം കാണണമെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് consider the arithmetic sequence 1, 7, 13, 19, etc. So what is the common difference? So here the question is to find the common difference. Common difference കാണാനാണ് പറഞ്ഞത്. സോ കോമൺ ഡിഫറൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഏതാണ്? സ്മോൾ ലെറ്റർ d. സോ d is equal to what? 13 മൈനസ് 7. അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും രണ്ട് സീക്വൻസ് സബ്സ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. സോ d is equal to 13 minus 7 which is equal to 6. So the next question is, what is the 25th term of the arithmetic sequence 1, 11, 21, etc. So here the question is to find the 25th term. 25ാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേമാണ് കാണാൻ പറഞ്ഞത്. സോ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നാണ് അല്ലേ? സോ x1 ഈക്വൽ ടു 1 ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ വി ക്യാൻ ഫൈൻഡ്. ഓക്കെ, സോ d ഇസ് ഈക്വൽ ടു 11 മൈനസ് 1. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും, d കിട്ടും. സോ d ഇസ് ഈക്വൽ ടു 10. സോ ഇവിടെ ചോദിച്ചത് 25th ടേം കാണാനാണ്. അപ്പം നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? x25 25th ടേം കാണാം. എങ്ങനെ? ഫസ്റ്റ് ടേമിനോട് എന്ത് ചെയ്താൽ മതി? 24d ആഡ് ചെയ്താൽ മതി അല്ലേ? സോ x25 ഇസ് ഈക്വൽ ടു x1 പ്ലസ് 24d. സോ 1 പ്ലസ് 24 ഇൻറ്റു വാട്ട് ഇസ് ദ d ഹിയർ? 10. So 1 plus 24 into 10, that is 1 plus 240 which is equal to 241. So 25th term aanendu 241. So the next question is, 10th and 12th terms of an arithmetic sequence are 32 and 46. What is the common difference and what is the first term of this sequence? So ഇവിടെ എന്താണ്? 10th ടേമും 12th ടേമും തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് x10 ഈക്വൽ ടു 32 ആൻഡ് x12 ഇസ് ഈക്വൽ ടു 46. ആൻഡ് നമ്മളോട് കാണാൻ പറഞ്ഞത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസും അതുപോലെ തന്നെ അതിലെ ഫസ്റ്റ് ടേമുമാണ് കാണാൻ പറഞ്ഞത്. എന്താണ്? 10th ടേമും 12th ടേമും തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് x10 ഈക്വൽ ടു 32 ആൻഡ് x12 ഇസ് ഈക്വൽ ടു 46. ആൻഡ് നമ്മളോട് കാണാൻ പറഞ്ഞത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസും അതുപോലെ തന്നെ അതിലെ ഫസ്റ്റ് ടേമുമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? x12 അല്ലേ? x12 എങ്ങനെ കാണും നമുക്ക്? x12 കാണാനുള്ള ഇക്വേഷൻ എന്താ? x12 ഇസ് ഈക്വൽ ടു x10 പ്ലസ്
2D എന്ന് പറഞ്ഞാൽ 10th ടേമിനോട് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 12th ടേം കിട്ടും അല്ലേ? സോ എക്സ് 12 തന്നിട്ടുണ്ടല്ലേ, ദാറ്റ് ഈസ് 46. സോ 46 ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് എക്സ് 10th ടേമും തന്നിട്ടുണ്ട്, അതെന്താ 32. സോ 32 പ്ലസ് 2D. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കാണാം? കോമൺ ഡിഫറൻസ് കാണാം അല്ലേ? 46നെയും 32നെയും ഒരേ സൈഡിലെടുത്തിട്ട് 46 മൈനസ് 32 ഇസ് ഈക്വൽ ടു 2D. ദാറ്റ് ഈസ് 14 ഇസ് ഈക്വൽ ടു 2D. ആൻഡ് ഹിയർ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? D ഇസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് അങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം. ഒരു 2 ടേം തന്നിട്ട് നമുക്ക് എന്താക്കാം? ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാം. ഇനി അത് നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്? അതിലെ ഫസ്റ്റ് ടേം കാണാൻ. അപ്പോൾ എങ്ങനെ കാണാം? x1 ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിലോട്ട് എത്താൻ എന്ത് ചെയ്താൽ മതി? 10th ടേമിൽ നിന്ന് 9 ഇൻറ്റു D, 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമ്മളെവിടെ എത്തും? ഫസ്റ്റ് ടേമിലെത്തും അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് x10 മൈനസ് 9D വിച്ച് ഈസ് ഈക്വൽ ടു 32 മൈനസ് 9 ഇൻറ്റു 7 വിച്ച് ഈസ് ഈക്വൽ ടു 32 മൈനസ് 63 ആൻഡ് ദ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു മൈനസ് 31. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോമൺ ഡിഫറൻസും അതേപോലെ ഫസ്റ്റ് ടേമും കാണാം. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഈസി എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എജ്യൂടെക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.